ഒരു ഉത്സവമായാലും ഒരു പെരുന്നാളായാലും അവരത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ആ 10 രൂപയും 100 രൂപയും പിരിച്ച് നമുക്ക് തരുമ്പോൾ അവരുടെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിന് നമ്മളൊരു വാല്യൂ കൊടുക്കണമെന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ ട്രൂപ്പ് പോകുന്ന പരിപാടികൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുള്ളൂ. ഇന്ന് വരെ അതിനോടുള്ള ആ കടപ്പാടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല. പക്ഷേ ഈ സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെ ഇടയിൽ ഈ കുതുകൽ കെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പൊക്കെ പ്രസിദ്ധമാണല്ലോ. അതായത് ഒരു ആളുടെ സ്റ്റേജിനെ തകർക്കാനൊക്കെ. അപ്പം അങ്ങനെ ഒരു പരിപാടി തകർക്കാനൊക്കെ വന്നിട്ട് തകർന്നു പോയിരിക്കുന്ന ഒരു മനോജ് ഗിന്നസ് ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. അങ്ങനെയില്ല. ഈ കലയിൽ മിമിക്രി എന്ന കലയിൽ ഞാൻ മാനസികമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞതുകൊണ്ട് എനിക്കതിനെ എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരാൾ ആർട്ടിസ്റ്റ് വരില്ല എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റും. ആ അങ്ങനെ ആരും പറയും. ഇതെല്ലാവർക്കും ജീവിതമുള്ള കാരണം എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രോഗ്രാം ചെയ്തു പോകണം. ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കുറവാണ്. കാരണം എല്ലാ നാട്ടിലും സെലിബ്രിറ്റികളായി. എല്ലാ നാട്ടിലും സെലിബ്രിറ്റികൾ. പണ്ട് കൊച്ചിയിൽ നിന്ന് ഒരു ട്രൂപ്പ് ബോർഡ് കിട്ടി ചെല്ലുമ്പോഴാണ് കൊച്ചിക്കാരുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് മാറി. ഇന്ന് കാസർഗോഡ് ആയാലും കണ്ണൂരായാലും എല്ലാ നാട്ടിലും സെലിബ്രിറ്റീസായി. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഈ ഷോകളെല്ലാം സ്പ്ലിറ്റ് ചെയ്തു പോയി. ട്രൂപ്പ് അന്ന് 10 ഒഴുകി, ഇന്ന് 1000 അല്ലെങ്കിൽ 500 ട്രൂപ്പ് ഇന്നായി. നാടൻ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ട്രൂപ്പിൻ്റെ ബഹള. ഒരു വർഷം 100-200 ട്രൂപ്പൊക്കെ തുടങ്ങണമെന്ന് പറയണത്. മിമിക്രിയിലും അങ്ങനെയായി. മിമിക്രിയിൽ മഹേഷ് കുഞ്ഞുമോൻ വന്നതിന് ശേഷം ഒരു വിപ്ലവം ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ടോ? മഹേഷ് എൻ്റെ നാടിനടുത്താണ്. മഹേഷ് ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് എൻ്റെ ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ വെച്ച് ഇത്ര കറക്റ്റായിട്ട്, ഇത്ര പെർഫെക്റ്റായിട്ട് മിമിക്രി വോയിസ് അനുകരിക്കുന്ന ഒരാൾ മഹേഷാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് നസീർക്ക് ആയാലും ഒരുപാട് പേര് സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്ത് വന്നവരുണ്ട്. പക്ഷെ അവരിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്ഷൻ മഹേഷിനുണ്ട്. അതിൻ്റെ ആ രീതിയിൽ അവൻ എല്ലാ പ്രോഗ്രാമും ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ പെർഫെക്ഷൻ്റെ ആ ഇത് ഏത് വോയിസ് എടുത്താലും അതെ, നമ്മൾ ചിന്തിക്കാത്ത വോയിസ് അവൻ പെർഫോം ചെയ്യുമ്പോൾ അവൻ അത്രത്തോളം അത് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ചില മിമിക്രിക്കാർക്കൊക്കെ ഒരു വെല്ലുവിളിയായ പോലെയും തോന്നിയിട്ടുണ്ട്. അതായത് അല്ല, വെല്ലുവിളി എന്ന് പറയാനായിട്ട് പൊതുവേ പ്രോഗ്രാം കുറഞ്ഞിട്ടുണ്ട്. പഴയ ആളുകളുടെ എല്ലാം പ്രോഗ്രാമുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ന്യൂ സ്റ്റൈലിൽ യൂത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ മഹേഷാണ്. ഓക്കെ, ഇതെല്ലാ കാലഘട്ടത്തും ഉണ്ട്. എല്ലാ കാലഘട്ടത്തിലും മാറി വരും. അത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാ സ്ഥലത്തും സെലിബ്രേറ്റ് ആയി, എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്ന്. പക്ഷേ ഇവരൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്ന് മനോജേട്ടന് അങ്ങനെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അതായത് ശരിക്കും ഇവർ ഇതിന് മാത്രം ആഘോഷിക്കാനുള്ളത് ഇവരുണ്ടോ? എന്താ ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് അങ്ങനെ തോന്നിയ ആളുകളുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അതായത് ആരുടെ പേരുകൾ പറയണ്ട, പക്ഷെ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തവരുണ്ടോ? എന്തായിരിക്കും ശരിക്കും അർഹതപ്പെട്ടതാണോ എന്നാണ്. അതെ, അർഹതപ്പെട്ടവരാണോ ഇവര്? അല്ല, അറ്റൻഷൻ അർഹതയുണ്ടോ ഇവർക്ക്? ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ അത്, പക്ഷെ അതൊരു ആഘോഷം പോലെ ഇന്ന് ജനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കമൻറ്റ് വരും, നീ അതിൽ വലിയ ആളാണോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അത് രസം ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് അവൻ്റെ ആ ഇത് കാണാനുള്ളൊരു രസം, കഴിവില്ലായ്മ. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ല, പേരുകൾ പറയണ്ട. അത് തന്നെ കണ്ടിട്ട് അതൊരു രസമായിട്ട് ഇവൻ്റെ അടുത്ത ഗോഷ്ഠി എന്ന് പറയാൻ പാടില്ല, അടുത്തത് കാണാനും ഫോളോ ചെയ്യുന്നവരുണ്ട്. അവന് വിവരക്കേടുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം ആദ്യം പറഞ്ഞ പോലെ എന്താ നിനക്ക് മാത്രം ചെയ്താൽ മതിയോ, അവനും ചെയ്യാൻ പാടില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം കയറി വരും അതിൽ. അത് ശരി, അങ്ങനെയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ ഓക്കെയാണ്, മറ്റ് ചില കാര്യങ്ങളിൽ ഭയങ്കര തോൽവിയും കൂടി ഉണ്ട്. ശരിയല്ലേ? ഇന്ന് സംസാരിക്കാൻ കുറച്ചും കൂടി പേടിയുണ്ടോ? ഭയങ്കര പേടി. അങ്ങനെ എയറിലൊന്നും കയറിയ ആളല്ല, പക്ഷെ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ കയറിപ്പോവും. സൂക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ വർത്തമാനം പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് പണ്ടത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടും, ഡീഗ്രേഡ് ചെയ്യപ്പെടും, പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. വലിയ പ്രശ്നങ്ങളുണ്ട്. അന്ന് ബഡായി ബംഗ്ലാവ് ഹിറ്റായി നിന്നിരുന്ന സമയത്ത് പലപ്പോഴും ഏട്ടൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് 90s കിഡ്സിനെ ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരാളായി മനുഷ്യൻ. പണ്ട് ഈ മനുഷ്യൻ്റെ കാസറ്റിന് വേണ്ടി ആളുകൾ ക്യൂ നിന്നിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകൾ വന്നിരുന്നല്ലോ. അത് കണ്ടപ്പോൾ ശരിക്കും തോന്നിയിരുന്ന, അതായത് ഞാൻ കുറേയും കൂടിയൊക്കെ അന്ന് സിനിമയോട് പിന്നാലെ പോകണമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. ബഡായി ബംഗ്ലാവ് ഏകദേശം 5 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ 500 ക്യാരക്ടർ ചെയ്തു അതിൽ, ഡിഫറെൻ്റ് ആയിട്ട്. യെസ്.
അപ്പോൾ മനോജ് ഗിന്നസ് എന്നുള്ളത് വേണമെങ്കിൽ എനിക്കൊരു അപേക്ഷ കൊടുത്ത് ഈ ഇതിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു ഗിന്നസ് ബുക്ക് കിട്ടാം. കാരണം ഒരു പ്രോഗ്രാമിൽ ഇത്രയും ക്യാരക്ടർ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക്. അപ്പോൾ അന്നൊക്കെ ഇതുപോലത്തെ പലരും വന്ന് സംസാരിക്കുകയും പല സിനിമാ സുഹൃത്തുക്കൾ പറയുകയും പല സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെല്ലുമ്പോഴും ബഡായി ബംഗ്ലാവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രമിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് സിനിമയിലൊക്കെ. ബഡായി ബംഗ്ലാവ് പിന്നെ ഏതെങ്കിലും അവസരങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തന്ന സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട്. നമ്മുടെ ബിജു മേനോൻ ചേട്ടൻ്റെ ആദ്യ രാത്രി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെയാണ് ഓഫർ വരുന്നത്. അതിലൊരു ഓഫർ വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു ബ്രേക്ക് ആയിരിക്കും എന്നൊക്കെ കരുതിയിരുന്നപ്പോൾ കൊറോണ വന്നു. അങ്ങനെ സഡൻ ബ്രേക്കായി പോയി. വീട്ടിലങ്ങനെ ഇരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ ഒരു ദിവസം മമ്മൂക്കാനെ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അവസരം തരാൻ ആർക്കും പറ്റും. ചിലപ്പോൾ അതിൽ നടന്നു പോകുന്ന ആളോ അല്ലെങ്കിൽ പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ബ്രോക്കറോ കേട്ട. പക്ഷെ അങ്ങനെ കിട്ടിയത് കൊണ്ട് കാര്യമില്ല. നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ക്യാരക്ടറിനെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലഭിനയിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു. മമ്മൂക്കായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ ലാലേട്ടനെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മമ്മൂക്ക കൊച്ചിയിലാണെങ്കിൽ മമ്മൂക്കനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. മിക്കവരും കൈരളി ഉണ്ടെങ്കിലും മമ്മൂക്കനെ കണ്ടിട്ടില്ല നേരിട്ട്. അപ്പോൾ എനിക്ക് മമ്മൂക്കനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാനും കലാഭവൻ നവാസ് എല്ലാം കൂടെ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ മമ്മൂക്ക വന്നു. തൊട്ടടുത്ത് വന്ന് നിന്നപ്പോൾ നവാസ് മമ്മൂക്ക പിന്നെ കണ്ടു പുള്ളി നോക്കിയിട്ട് ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പിഷാരടി എവിടെ? ഞാൻ പറഞ്ഞു പിഷാരടി എവിടെ ഉണ്ട്. വാ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയായിരുന്നു ടിക്കറ്റ്. മമ്മൂക്കയുടെ തൊട്ട് ഇപ്പുറത്ത് എനിക്ക് സീറ്റ് കിട്ടി. 4 മണിക്കൂർ ഏകദേശം മമ്മൂക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റും. അതായത് ഞാൻ ആഗ്രഹിച്ച ആളുകൂടെ എനിക്ക് അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഒരു സംഭവമാണ്. ഒരുപാട് പേര് വർത്തമാനം പറഞ്ഞു. അല്ല, ഈ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മമ്മൂക്ക എനിക്ക് പറഞ്ഞു അങ്ങനെ സംസാരിച്ചിരിക്കുക. അതൊരു തെലുങ്ക് പടത്തിൻ്റെ ഡബ്ബിങ്ങിന് ഇടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചത്. ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പോൾ ആലോചിച്ചു, മമ്മൂക്ക പോലെ ഒരു വലിയ ഒരാളൊരു എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതുപോലെ എനിക്ക് തോന്നി. ഒരു ഗൈഡൻസ് പോലെ തോന്നി. സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കണം, സിനിമ നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ സിനിമയെ തേടി പോകും. അങ്ങനെ കുറേ കാര്യങ്ങൾ മമ്മൂക്ക എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഗുരുനാഥൻ പറഞ്ഞു തരും പോലെ തോന്നി. എന്തായാലും ആ ഉപദേശങ്ങളൊക്കെ എടുത്ത് സിനിമയിലേക്ക് ശ്രമിക്കണം വിഷ്ണു, സിനിമയിലൊന്നും ശ്രമിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് മാറി നിന്നിട്ട് എന്ത് കാര്യമല്ലേ? അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു കഥാപാത്രം, ഇപ്പം തമാശയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇനി തമാശ ചെയ്യാതെ എന്തെങ്കിലും സ്റ്റേജിൽ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേജിൽ ഏകദേശം 190, 180, 95 പ്രാവശ്യം ഞാൻ പുറത്തു പോയി. അമേരിക്ക, എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഞാൻ യാത്ര ചെയ്തു. 18 വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, 18 വയസ്സ് പോലെ യാത്ര ചെയ്തതാണ്. അപ്പോൾ സ്റ്റേജ് ആദ്യം പറഞ്ഞതുപോലെ ജീവിക്കാനുള്ളൊരു മാർഗമാണ്. ഈ കോട്ടയം നസറിക്കൊക്കെ ഒരു ബ്രേക്ക് വന്നല്ലോ റോഷാക്കിന് ശേഷം. അതുപോലൊന്ന് ചേട്ടനും വരണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, 90s കിഡ്സിൻ്റെ ഒരു ആരാധക വൃന്ദം ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് ഓർമ്മകൾ. ചിലപ്പോൾ ചില ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വലിയ ചേട്ടന്മാർ താടിയൊക്കെ ആയിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ താങ്കളുടെ വിവരം കണ്ടെന്ന് പറയും. അപ്പം ഞാൻ അത്രയും വലിയ ആളോ? എത്രയോ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കൂടെ ഇരുന്ന് കണ്ടിരുന്ന ഒരുപാട് സ്കിറ്റുകൾ, എത്രയോ സാഹിത്യ സമാജ മീറ്റിങ്ങുകൾ, എത്രയോ ആനിവേഴ്സറികളൊക്കെ രസമാക്കിയിട്ടുള്ള മനോജ് ഗിന്നസിൻ്റെ സ്കിറ്റുകൾ, അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ചിരിക്ക് നന്ദിയുണ്ട്, ഓർമ്മകൾക്ക് നന്ദിയുണ്ട്. സിനിമയിലേക്ക് വരണം. ഇനിയിപ്പോൾ പറഞ്ഞ കൊമേഡിയൻ റോളുകൾ ഇപ്പോൾ മാറുന്ന മലയാള സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രെൻഡ് മാറി. ഇപ്പോൾ ആരും അങ്ങനെ ഒരു കോമഡി പറയാനായിട്ട് ഒരാൾ വേണ്ട, നടന്നു പോകണം, ആരെങ്കിലും പറഞ്ഞാൽ മതി. അതെ. പക്ഷേ ക്യാരക്ടർ റോളുകൾക്ക് ഒരു നടൻ എന്ന രീതിയിൽ താങ്കൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ വിധത്തിൽ മനോജ് ഗിന്നസിൻ്റെ പേര് മാറട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു വിഷ്ണു, താങ്ക് യു. നമസ്കാരം.